എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ എംബ്രാന്റെ കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാവരും ഹാപ്പിയിലാണ്. ആരാധകരും പ്രേക്ഷകരുമല്ല. എല്ലാ ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസ അപ്ഡേറ്റ് തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി. അതും ഒഫീഷ്യലായി തന്നെ ഒരു കാര്യം അവരുടെ മുന്നിൽ എത്തിയപ്പോഴാണ് അവർക്ക് ഈ ആശ്വാസം ലഭിച്ചത് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം എംബ്രാന്റെ ക്യാമറാമാനായ സുജിത് വാസുദേവ് ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന രീതിയിൽ പ്രേക്ഷകർ എടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എംബ്രാന്റെ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയുമെന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. പൃഥ്വിരാജ് തിരിച്ചെത്തി ചെന്നൈയിൽ ചിത്രത്തിന്റെ എപ്പിക് മിക്സിംഗിന്റെ ജോലികളിൽ പൃഥ്വിരാജ് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ. അതിന്റെ ഭാഗമായി തന്നെ സുജിത് വാസുദേവ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതും എപ്പിക് കണ്ടന്റ് മിക്സിംഗിന്റെ ജോലിയിലാണ് സുജിത് വാസുദേവും ഉള്ളത്. L2E എന്ന പേര് കൊടുത്ത് അദ്ദേഹം മിക്സിംഗിൽ ഉണ്ട് എന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇത് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു അപ്ഡേറ്റ് വരും എന്നതിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ ഫാൻ ഫൈറ്റുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ചില മമ്മൂട്ടി ആരാധകരെയും സോഷ്യൽ മീഡിയയിൽ കാണാനായി. നോ മോർ ഫാൻ ഫൈറ്റ്, ലെറ്റ്സ് സെലിബ്രേറ്റ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഫാൻ ഫൈറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒത്തൊരുമയോടുകൂടി എമ്പുരാനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നത് കാണാൻ കഴിയുന്നു എന്നതും കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും എമ്പുരാന്റെ അവസാന വർക്കുകൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് എത്തിയ പൃഥ്വിരാജും മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് എത്തുകയും ഒപ്പം ആന്റണി പെരുമ്പാവൂരും ഒക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടി മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. നാളെ ഈ മൂവരെയും ഒരുമിച്ച് കണ്ടേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അടുത്ത ദിവസം ഇവരെ ഒരുമിച്ച് കണ്ടേക്കാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. അതിന്റെ പിന്നോടിയായി ഒരു അപ്ഡേറ്റും നമുക്ക് മുന്നിലേക്ക് എത്തിയേക്കും എന്നതും അവർ പറയുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ. ഇനി വെറും 13 ദിവസം എന്നതുകൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രേക്ഷകരൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രഡിക്ഷനും ഒക്കെയായി നടക്കുന്നുണ്ട്. വലിയ വലിയ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതെങ്കിലും നാളെ എമ്പുരാന്റെ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതവരുടെ പ്രഡിക്ഷൻ ആണെന്നും പ്രഡിക്ഷൻ ടൈം ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എത്തിയത് കൗതുകം ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നാലും എമ്പുരാന് ചില ക്രൈസിസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ സിനിമകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ബോളിവുഡിൽ ഇനി വലിയ സിനിമകളാണ് സംഭവിക്കാൻ പോകുന്നത്. പല മേഖലയിലുള്ള ആൾക്കാരും വലിയ വലിയ സിനിമകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ടീം മാത്രമല്ല, മമ്മൂട്ടി ടീമും വലിയ സിനിമകളുടെ പുറകിലേക്ക് പോയിട്ടുണ്ട്. മഹേഷ് നാരായണൻ ഒരുക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന സിനിമയും ഇതുപോലുള്ള ക്രൈസിസ് നേരിടേണ്ടി വരും എന്നതാണ് റിലീസിംഗ് സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എമ്പുരാന് ഇങ്ങനെയൊന്ന് നേരിടേണ്ടി വന്നെങ്കിൽ. എന്നാൽ എമ്പുരാൻ സോർട്ട് ഔട്ട് ആക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിച്ചുകൊണ്ട് അടുത്ത സിനിമകൾക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ കഴിയും എന്നതാണ് മറ്റൊരു കാര്യം. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പോരാട്ടം മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് ഒരു കഠിനമായ യാഥാർത്ഥ്യത്തെ എടുത്തു കാണിക്കുന്നതാണെന്ന് പലരും വിശകലനം ചെയ്യുകയാണ്. മലയാള സിനിമയുടെ പുതിയൊരു ചുവടുവെപ്പാണ് എമ്പുരാൻ എന്ന സിനിമയിലൂടെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡീലുകൾ ഒക്കെ നടത്തേണ്ടത് വലിയ ബുദ്ധിപൂർവമായിട്ടുള്ള കളികൾ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് ആന്റണി പെരുമ്പാവൂർ പോലുള്ള നിർമ്മാതാവിന് തന്നെയാണ്. ഇതുപോലൊരു പടം എക്സിക്യൂട്ട് ചെയ്യാനും അത് വിതരണം ചെയ്യാനും മറ്റു പല ഡീലുകൾ ഓക്കെ ആക്കാനും ഒക്കെ ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഏത് പ്രൊഡ്യൂസറും എന്ന് വേണം കരുതാൻ. കാരണം ഇതുപോലുള്ള പല അറ്റംപ്റ്റുകളും ആദ്യം നടത്തിയിട്ടുള്ളത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ്. ഇത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മമ്മൂട്ടി സിനിമകൾക്കായാലും അത് പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ മലയാള ചിത്രമാണ് എമ്പുരാൻ. അതിന് വൻതോതിലുള്ള വിൽപ്പന, OTT, സാറ്റലൈറ്റ്, സംഗീതം, അങ്ങനെ പോകുന്ന വലിയ ഡീലുകൾ ഇതിന്റെ അണിയറയിൽ നടക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകന് മനസ്സിലാകണം എന്നില്ല. അതിന്റെ ബിസിനസ് സാധ്യതകൾ അവരെങ്ങനെ ഡീലാക്കുന്നു, അതിന്റെ നെഗോഷിയേഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോകും. വലിയ പടമാണ്, വലിയ റേറ്റ് ആണ് അവർ ചോദിക്കുക തന്നെ. അതിനൊക്കെ അവർ ഡീലാകണം. ഇല്ലെങ്കിൽ സിനിമ ഇറങ്ങി സക്സസ് ആയി കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് തന്നെ സമീപിക്കും. വലിയ പൈസയ്ക്ക് ഈ സിനിമ എടുക്കാമെന്ന രീതിയിൽ OTT ഡീലുകളൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് വിജയമായതിനു ശേഷവും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡും കൂടും. മാർച്ച് 27 റിലീസ് ചെയ്യാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെയുള്ള ഡീലുകളൊക്കെ ഓക്കെ ആയോ എന്നത് ഒഫീഷ്യലായി തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ അണിയറ പ്രവർത്തകർ ഇതിന്റെ സൂചനകളൊന്നും തന്നിട്ടില്ല. മൂവി അനലിസ്റ്റുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. റെസ്റ്റ് ഓഫ് വേൾഡിലെ എല്ലാം ഡീലായെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അത് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നടക്കുമല്ലോ. അതൊക്കെ മാറ്റി നിർത്തിയാലും OTT, സാറ്റലൈറ്റ് എന്നത് വലിയ ഡീലുകളാണ്. മ്യൂസിക് റൈറ്റ്സും വിറ്റുപോയിട്ടുണ്ടോ എന്നതും അറിയേണ്ടതുണ്ട്. കാരണം ചിത്രത്തിൽ നിന്നും ഒരു പാട്ട് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നു. അത് ഡീലായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ഹിന്ദി ബെൽറ്റിൽ ഒരു ചെറിയ ഹൈപ്പ് പോലും വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഉത്തരേന്ത്യൻ താല്പര്യം പലപ്പോഴും മികച്ച ഡിജിറ്റൽ സാറ്റലൈറ്റ് വിൽപ്പനയിലേക്ക് വഴിവെച്ചേക്കും. മലയാളം ഇൻഡസ്ട്രി ഉള്ളടക്ക സമ്പന്നമായ സിനിമകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷമാണ് എമ്പുരാൻ എന്ന സിനിമ എത്തുന്നത്. ലൂസിഫർ എന്നാൽ ഒരു പാൻ ഇന്ത്യൻ, പാൻ വേൾഡ് ആ ഒരു റിലീസ് അല്ല നടത്തിയത്. എന്നാൽ അതിന്റെ ഹിറ്റിന് ശേഷം
എമ്പുരാൻ എത്തുമ്പോൾ ചൂടപ്പം പോലെ ഇതിന്റെ ഡീലുകളൊക്കെ ഓക്കെ ആകേണ്ടതാണ്. എന്നാൽ എമ്പുരാൻ അങ്ങനെയല്ല. എമ്പുരാൻ പാൻ വേൾഡ് ചിത്രം എന്ന രീതിയിലാണ്, ഒരു KGF-ഉം ബാഹുബലിയും എന്ന രീതിയിൽ പോലെ അതിനെ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ ഇത് ഗംഭീരമായൊരു ഹിറ്റോ സ്വീകരിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പടങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല, എളുപ്പം തന്നെ അവരുടെ ബിസിനസ്സുകൾ നടത്താൻ സാധിക്കും എന്നതും കാണുന്നു. ഇതൊക്കെ ഏറ്റവും ആദ്യം മുതലാക്കാൻ പോകുന്നത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം തന്നെയാണ്. ഏതായാലും എല്ലാവർക്കും പ്രയോജനം ചെയ്യും എമ്പുരാൻ എന്ന സിനിമ. മോളിവുഡിനും വരാൻ പോകുന്ന ബിഗീസുകൾക്കും എല്ലാത്തിനും അവസാനം പൃഥ്വിരാജ് തന്നെ എത്തി എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. രാത്രിയിൽ 1 മണി കഴിഞ്ഞും 2 മണിക്കും ഇടയ്ക്കായിരുന്നു ആ വലിയ സർപ്രൈസ് അദ്ദേഹം പ്രേക്ഷകരെ അറിയിച്ചതും. അവസരം മുതലാക്കി അസത്യം പ്രചരിപ്പിച്ച് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരോട് ഒറ്റ വാക്ക്, പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ സൂക്ഷിക്കുക, അപ്പോഴാണ് ഡെവിൾ നിങ്ങളെ തേടി വരുന്നത്. എമ്പുരാൻ മാർച്ച് 27 തന്നെ വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാക്ഷാൽ ഡയറക്ടർ സാർ തന്നെ എത്തിയിരിക്കുന്ന നിമിഷമാണ് ഏവരെയും ഞെട്ടിപ്പിച്ചതും. കഴിഞ്ഞ ദിവസം ഉറങ്ങിപ്പോയവർ രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു അത്ഭുതം കണ്ട് തന്നെയാണ് ഞെട്ടാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പേ എല്ലാവരും കണ്ടു കഴിഞ്ഞു. മോഹൻലാലിനെ പോസ്റ്ററിലൂടെ കാണിച്ചുകൊണ്ട് ആ വരവ് അറിയിച്ചിരിക്കുകയാണ്. ഇനി എമ്പുരാന്റെ നാളുകൾ.